പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, സർവശക്തനായ ദൈവം നമ്മളെല്ലാവരും സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നമ്മൾ പഠിക്കുന്ന തിരുവചനം വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം 21-ാമത്തെ തിരുവചനമാണ്. അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ, അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിൽ ഒന്നായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. അതായത് ഇവിടെ നമ്മൾ കാണുന്നത് ഈശോയുടെ പ്രാർത്ഥനയാണ്. ഈശോ നമുക്ക് വേണ്ടിയിട്ട് എന്താണ് പ്രാർത്ഥിക്കുന്നത്? പിതാവിനോട് ഈശോ പ്രാർത്ഥിക്കുന്നത് അവരെല്ലാവരും, നമ്മളെല്ലാവരും ഒന്നായിരിക്കണം. ഈശോയിൽ നമ്മൾ ഒന്നായിരിക്കണം. ഈശോയും പിതാവും ഒന്നായിരിക്കുന്നത് പോലെ നമ്മളും ഈശോയിലും പിതാവിലും ഒന്നായിരിക്കണം. ഒപ്പം നമ്മളും പരസ്പരം ഒന്നായിരുന്നു കൊണ്ട് ഒരേ സ്നേഹത്തിൽ വ്യാപരിച്ചുകൊണ്ട് നമ്മൾ ദൈവത്തിന് സാക്ഷികളായി മാറണം. അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. അത് നമ്മളിലൂടെ സാധിക്കാൻ വേണ്ടിയിട്ടാണ് ഈശോ നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. വെളിപാടിന്റെ പുസ്തകം 2:4 നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്. നിനക്കെതിരെ എനിക്കൊന്ന് പറയുവാനുണ്ട്, നിനക്ക് ആദ്യം ഉണ്ടായിരുന്ന സ്നേഹം നീ കൈവിടിഞ്ഞു. അതായത് സാഹോദര്യവും മനുഷ്യത്വവും സ്നേഹവും ഒക്കെ നഷ്ടപ്പെട്ടു പോകുന്നത് എപ്പോഴാ? നമ്മുടെ ഉള്ളിലെ സ്നേഹം കുറയുമ്പോഴാ. ഉള്ളിലെ സ്നേഹം കുറയുന്നതനുസരിച്ച് പലരിൽ നിന്നും നമ്മൾ അകലും, പലരും നമ്മളിൽ നിന്നും അകലും. ഉള്ളിൽ സ്നേഹം വർദ്ധിക്കുമ്പോഴാണ് ഐക്യമുണ്ടാകുന്നത്. ഐക്യമുണ്ടാകുമ്പോഴാണ് അത് സാക്ഷ്യമായിട്ട് മാറുന്നത്. ഈശോ വിശുദ്ധ പത്രോസ്ലീഹായോട് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നീ ഇവരെക്കാൾ അധികമായി എന്നെ സ്നേഹിക്കുന്നുവോ? ഓരോ പ്രാവശ്യം ചോദിച്ചപ്പോഴും പത്രോസ്ലീഹ മറുപടി പറഞ്ഞു, ഉവ്വ് കർത്താവേ, ഞാൻ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നീ അറിയുന്നല്ലോ. അതിനുശേഷമാണ് ഈശോ തന്റെ കുഞ്ഞാടുകളെ മേയ്ക്കുക എന്ന് പറയുന്നത്. ഇതുപോലെ ദൈവം നമുക്കും ചിലരെയൊക്കെ തന്നിട്ടുണ്ട്, സ്നേഹിക്കാൻ, ചേർത്ത് പിടിക്കാൻ, ഐക്യത്തിൽ മുന്നേറാൻ, ഒന്നിച്ചു മുന്നേറാൻ. അപ്പോഴാണ് നമ്മളിലൂടെ, നമ്മുടെ കുടുംബത്തിലൂടെ ദൈവത്തിന് മഹത്വം ഉണ്ടാകുന്നത്, ദൈവത്തിന്റെ സാക്ഷികളായി നമ്മൾ ഓരോരുത്തരും മാറുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഉള്ളിൽ സ്നേഹം വളരട്ടെ, ഐക്യം വളരട്ടെ, കൃപ വളരട്ടെ. അതിനുള്ള അനുഗ്രഹം സർവശക്തനായ ദൈവം നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആമേൻ. ഹല്ലേലൂയ.